നന്ദേട്ടാ, കഴിഞ്ഞ ദിവസം കടക്കൽ ദേവീ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് അവിടെ ഒരു സംഗീത നിശ സംഘടിപ്പിച്ചിരുന്നു, സംഗീതോത്സവം. പക്ഷേ സാധാരണ ക്ഷേത്രങ്ങളിൽ സംഗീതോത്സവം സംഘടിപ്പിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള പാട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു അറിയപ്പെടുന്ന ഒരു ഗായകൻ വന്നിരുന്നു. ഗായകൻ വന്നു എന്ന് മാത്രമല്ല, അവിടെ പാടിയത് വിപ്ലവ ഗാനങ്ങളായിരുന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രം ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ ഗാനങ്ങളാണ് ആ ക്ഷേത്രത്തിൽ മുഴുവൻ മുഴങ്ങിക്കേട്ടത്. ഈ ഹൈക്കോടതിയുടെ ഒരു പ്രത്യേക വിധിയുണ്ട്, അതായത് ക്ഷേത്രങ്ങളെ യാതൊരു കാരണവശാലും രാഷ്ട്രീയപരമായിട്ടുള്ള ഈ പ്രചാരണ വേദിയാക്കി മാറ്റരുത് എന്നൊരു വിധി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയുമല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പൂർണ്ണമായ ഒരു ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഇതിപ്പോൾ കടക്കലാണ് നടന്നതെങ്കിൽ നേരെ നമ്മളൊന്ന് കാസർഗോഡ് കണ്ണൂർ അതിർത്തിയിൽ പോയാൽ അവിടെ ഒരു ക്ഷേത്രത്തിൽ അവിടെ ഈ പറയുന്ന ഈ തെയ്യം മഹോത്സവത്തോടനുബന്ധിച്ച് അവിടെ ഒരുപാട് ആളുകളൊക്കെ കൂടുന്ന ഉത്സവമാണ്. അവിടെ ഒരു വലിയ നോമ്പുതുറ നടന്നു. അതും ക്ഷേത്ര വളപ്പിലാണ് ഈ നോമ്പുതുറ ആരംഭിച്ചത്. അതിന് അവർ സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ ഈ ക്ഷേത്ര വളപ്പിൽ നോമ്പുതുറ സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ വളരെ വലിയ വിമർശനമുണ്ടായി. എന്തിനാണ് ക്ഷേത്രത്തിൽ നോമ്പുതുറയ്ക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇതുപോലെ മറ്റ് ഏതെങ്കിലും ഒരു സമയത്ത് പള്ളിയിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിന് അനുവദിക്കുമോ എന്ന് നമുക്ക് ചർച്ചകളൊക്കെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? കാരണം രണ്ടും ഏകദേശം ഒരു ആസ്പെക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം രണ്ടാണെങ്കിലും ഒരു രീതിയിലേക്കാണ്. രണ്ടിന്റെ ടാർഗറ്റ് ഒന്നാണ്. രണ്ടിന്റെ ടാർഗറ്റ് യഥാർത്ഥമായിട്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളെ തകർക്കുക എന്നുള്ള പരിശ്രമമാണ്. ഹൈന്ദവ വളരെ വ്യാപകമായിട്ടുള്ള പരിശ്രമമാണ്. കാര്യം ഇപ്പോൾ ദേവസ്വം ബോർഡുകളുടെ ഭരണം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിൽ വന്നതിന് ശേഷം എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉപയുക്തമായുള്ള രീതിയിൽ ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങൾ നശിപ്പിക്കുകയാണ് എല്ലാ സ്ഥലത്തും. നിങ്ങൾ നോക്കുക, എല്ലാ സ്ഥലത്തും പഴയ കാലത്തൊക്കെ തന്നെ ആനയെ ഉപയോഗിച്ചിരുന്ന ഇവിടെ തൃശ്ശൂർ പൂരം പോലെയുള്ള ഉത്സവങ്ങളുണ്ട്. ആന ഇപ്പോൾ ഒരു തർക്ക വിഷയമാണ്. ഈ ആനയുടെ ഉടമസ്ഥരാരാണ്? ആനയെ ആരെ കൊണ്ടുവരുന്നു? ആനയ്ക്ക് എന്ത് ഭക്ഷണം കൊടുക്കുന്നു? ആനയെ എങ്ങനെ നിർത്തുന്നു? ഇതൊന്നും ചർച്ചാ വിഷയമല്ല. മറിച്ച് ആനയെ ക്ഷേത്ര ഉത്സവത്തിന് ഉപയോഗിക്കാമോ? ഇതിന് ചില പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വേറൊരു കാര്യം ഇവർ ചെയ്യും. ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളിലൊക്കെ ഉത്സവങ്ങളിൽ കൂടുതൽ ആനകളെ ഉപയോഗിക്കും, അലക്ഷ്യമായിട്ട് ഉപയോഗിക്കും. ഈ ആനകളെല്ലാം വളരെ വയലൻ്റ് ആവും. ഉടനെ ആനകൾ വേണ്ടാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇതേപോലെ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങൾ മുഴുവൻ ഈ തരത്തിൽ വ്യവഹാര കേന്ദ്രങ്ങളാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇവരിപ്പോ ഒരു ക്ഷേത്രത്തില് എനിക്ക് തോന്നുന്നു അയാളുടെ പേര് അലൂഷി എന്ന് മറ്റാണ് ഗായകന്റെ പേര്. അയാൾ പാടിയിട്ടുള്ള പാട്ടുകളൊന്ന് ഇയാളെ അറിയാമോന്ന് ചോദിച്ചു. നമ്മുടെ കണ്ണൂരില് കൂത്തുപറമ്പില് വെടിവെപ്പില് ഏറ്റവും വലിയ പുഷ്പൻ അറിയാമെന്നുള്ള പാട്ടാ പാടിയത്. ആ പുഷ്പൻ അറിയാമെന്നുള്ള പാട്ട് പാടാൻ ഇവർക്ക് നാണം വേണ്ടേ? എങ്ങനെ പുഷ്പൻ എങ്ങനെയാ അതിനകത്ത് എങ്ങനെയാ പുള്ളി എങ്ങനെ ബലിയാടായത്? എങ്ങനെയാണത്? പുഷ്പൻ കോയമ്പത്തൂരിൽ ജോലി ചെയ്യുന്ന ആളല്ലേ. ആ കൂത്തുപറമ്പിൽ ഇവര് അവിടെയുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിനെതിരായിക്കൊണ്ട് നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് എം വി രാഘവനെ തടയാൻ വേണ്ടിയിട്ട് പുഷ്പൻ വീട്ടിലെത്തിയിട്ടുള്ള പുഷ്പൻ വേറെ ആവശ്യത്തിന് വന്നാണ്. ജോലിക്ക് ഒരു ദിവസം ലീവ് എടുത്ത് വന്നതാ, കോയമ്പത്തൂർ ജോലിക്കാരനായിട്ടുള്ളത്. ആ പുഷ്പൻ എന്തിനോ പറഞ്ഞ് ഏതൊരു കൂട്ടുകാരൻ വിളിച്ചുകൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് പുഷ്പന്റെ പുറത്ത് വെടികൊണ്ടിട്ട് പുഷ്പൻ ആ പരിക്കിലാണ് വീണ് കിടന്നത്. അവസാനം ജീവിതം നഷ്ടപ്പെട്ട പുഷ്പനാണ്. ആ തരത്തിൽ പുഷ്പൻ അറിയാമെന്നുള്ളതാണ്. പുഷ്പനെ കേരള ജനത അറിയണം. സത്യത്തില് പുഷ്പനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചതിച്ച് ഇപ്പൊ കൊലപ്പെടുത്തിയതിന്റെ ചരിത്രം കേരള ജനത ചർച്ച ചെയ്യണം. എങ്ങനെയാണ് പുഷ്പൻ വെടികൊണ്ടത്? എങ്ങനെയാണ് പുഷ്പൻ വീണത്? പുഷ്പന്റെ അവസാന കാലം വരെ എങ്ങനെയായിരുന്നു? പുഷ്പനെ കാണാൻ മറ്റുള്ളവരെ അനുവദിച്ചിരുന്നോ? പാർട്ടിക്കാർ മാത്രമല്ലേ ഉണ്ടായിരുന്നത്? പാർട്ടിയുടെ ചില പാണന്മാരായിട്ടുള്ള കവികള്, ഞാൻ ആ കവിയെ പാണൻ എന്നാണ് വിളിക്കുക. ആ പാണനായിരിക്കുന്ന കവി അവിടെ പുഷ്പൻ അറിയാമെന്നുള്ള പാട്ടൊക്കെ പാടി, ഈ പാട്ട് ചില പിള്ളേരെ കൊണ്ടൊക്കെ പാട്ടൊക്കെ പാടിപ്പിച്ച് അതിൻ്റെ പേരിൽ പണമുണ്ടാക്കുന്നൊരു പരിപാടിയായിരുന്നു അവിടെ കൂത്തുപറമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തരം പാട്ടുകളാണ് ഈ അലൂഷി വന്നിട്ട് അമ്പലത്തിൻ്റെ മുന്നിൽ വന്നിട്ട് പാടുന്നത്. ഇയാൾക്ക് ഒരു ഉളുപ്പ് വേണ്ടേ പാട്ടുകാരന്? ഈ പാട്ടുകാരന് ഉളുപ്പ് വേണ്ടേ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിലാണോ ചെയ്യേണ്ടത്? ദേവസ്വം ബോർഡുകളെ പല സ്ഥലത്തും അന്യാധീനപ്പെടുത്താൻ വേണ്ടിയിട്ട്, കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ തരത്തിൽ ബോധപൂർവമായിട്ട് പരിശ്രമമുണ്ട്. ഇപ്പം എനിക്കറിയാവുന്ന വേറെ ഒന്നുണ്ടല്ലോ, ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുന്നു. അത് ആരുടെ പണം കൊണ്ടാണ്? നാട്ടുകാരുടെ പണം കൊണ്ടാണ്. നാട്ടുകാരുടെ പണം കൊണ്ട് പണം പിരിച്ചുണ്ടാക്കിയിട്ടുള്ള പണം കൊണ്ടാണ് ഉത്സവങ്ങൾ നടത്തുക. ഇപ്പം അങ്ങനെ ഉത്സവങ്ങൾ നടത്തുന്നതിൻ്റെ ട്രഷറർ ആരാണ്? ദേവസ്വം ഓഫീസർ. അതാരാണ്? ഏതെങ്കിലും സഖാവ്. ആ സഖാവിന് പണം പിരിച്ചിട്ട് സഖാവിനെ കൊണ്ട് ഏൽപ്പിക്കണം. സഖാവോടും പണപ്പിരിവിന് പോവില്ല. ഈ പണം എടുത്തിട്ട് സഖാവ് ഇത്തരം അലോഷ്യമാരായിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുകയാണ്. അവൻ വന്നിട്ട് ഈ തരത്തിലെ മണ്ടൻ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കും.
ക്ഷേത്രത്തിൽ പാടേണ്ടത് ക്ഷേത്ര വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകളാണ് ക്ഷേത്രത്തിൽ വേണ്ടത്. അതിന് പകരമായിട്ട് ക്ഷേത്രവിരുദ്ധമായിട്ട് ക്ഷേത്ര ആചാരങ്ങളെ നിന്ദിക്കുന്ന തരത്തിൽ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്ന രീതിയിൽ ബോധപൂർവമായിട്ടുള്ള പാട്ടുകൾ ദേവസ്വം ബോർഡുകളുടെ ഒത്താശയോടുകൂടി കൊണ്ട് പാട്ടുകൾ അവിടെ അമ്പലങ്ങളിൽ നടക്കുകയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സാധനത്തിനടക്കം ഏക താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നത് ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിലാണ്. അതിൽ കൈയിട്ട് വരാനുള്ള പരിശ്രമമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുക. അത് ശബരിമലയിലായാലും കൊള്ളാം, ഗുരുവായൂരിലായാലും കൊള്ളാം, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലായാലും കൊള്ളാം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലായാലും കൊള്ളാം, മലബാറിലെ ക്ഷേത്രങ്ങളിലായാലും കൊള്ളാം. ഇവർക്ക് ക്ഷേത്രങ്ങളെന്നും ഒരു വിവാദ ഭൂമിയാക്കി മാറ്റണം. കേരളത്തിലെ ഹൈന്ദവ ജനതയെ ഒന്നിപ്പിക്കുന്ന ക്ഷേത്രങ്ങളാണെന്ന് ഇവർക്ക് തിരിച്ചറിയാം. ആ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുവാനുള്ള പരിശ്രമമാണ്. അത് തിരിച്ചറിഞ്ഞിട്ടാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞല്ലോ ഇരിങ്ങാലക്കുടയിൽ ഉണ്ടായിട്ടുള്ള സംഭവം. ഇരിങ്ങാലക്കുടയിലുണ്ടായിരിക്കുന്ന ആ പറയുന്ന ചെറുപ്പക്കാരൻ പോലും പറഞ്ഞു, എന്നെ ജാതിപരമായിട്ട് എന്നെ ആരും ആക്ഷേപിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ആക്ഷേപമുണ്ടായി തോന്നി ചില സഹാക്കന്മാർക്കാണ്, അവർക്കാണ് തോന്നിയത്. ചില കോൺഗ്രസ്സുകാർക്കാണ് തോന്നി ഞങ്ങളെ ആക്ഷേപിച്ചു എന്ന്. അവസാനം വെള്ളാപ്പള്ളി നടേശൻ പോലും പറഞ്ഞു, ഈ തരത്തിൽപ്പെട്ട ഹിന്ദുക്കൾ ഒന്നിച്ചു വരുന്ന സമയത്ത് അതിനെ തകർക്കാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നടത്തരുത്. ഈ നടത്തിക്കഴിഞ്ഞാൽ ഹൈന്ദവ ജനത അംഗീകരിക്കില്ല. പക്ഷെ മാധ്യമങ്ങളടക്കം കൊടുത്തത് അവിടെ ഒരു ജാതി അധിക്ഷേപം നടന്നു എന്ന് അയാൾ പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. അയാൾ പറഞ്ഞതിനെ കുറിച്ചിട്ട് മാതൃഭൂമി വ്യക്തമായിട്ട് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ അയാളുടെ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുത്തല്ലോ. അയാൾ പറഞ്ഞു, എന്നെ ആരും ജാതീയമായിട്ട് ആരും എന്നെ ആക്ഷേപിച്ചിട്ടില്ല, ഒരു തൊഴിലും ചെയ്യണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ എന്നേ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആളുകൾക്ക് ചെയ്യാൻ പാടില്ലാത്തെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നാക്ക സമുദായക്കാരന് ക്ഷേത്രത്തിൽ ഏത് തൊഴിലാണ് ചെയ്യാൻ പറ്റാത്തത്? പൂജാരി വരെ ആവാമല്ലോ. പൂജാരി വരെ ആകുന്നതിന് എന്താണ് തെറ്റ്? അങ്ങനെ വേണമെന്ന് ആവശ്യപ്പെട്ടാണല്ലോ പാലിയം വിളംബരം 1976 മാധവജിയുടെ നേതൃത്വത്തിൽ ചേന്നമംഗലത്തെ പാലിത്ത് വെച്ചിട്ടുള്ള കൂടിയുള്ള യോഗ തീരുമാനപ്രകാരമാണ് പാലിയം വിളംബരം ഉണ്ടായിട്ടുള്ളത്. അതിൽ സൂര്യകാലി നമ്പൂതിരിപ്പാടും അഗ്നിശർമ്മ നമ്പൂതിരിപ്പാടടക്കമുള്ള നിരവധി ആളുകൾ പങ്കെടുത്തതാണല്ലോ. പണ്ഡിതന്മാരായിരിക്കുന്ന പി പരമേശ്വരനും പരമേശ്വരജിയും കുമ്മൻ രാജശേഖരൻ അടക്കമുള്ള ആളുകൾ മാധവജിയുടെ നേതൃത്വത്തിൽ അവിടെ പങ്കെടുത്തതാണല്ലോ. ശ്രീധരൻ തന്ത്രി അതിനകത്ത് പങ്കെടുത്തതാണല്ലോ. അവരെടുത്ത തീരുമാനമാണല്ലോ. ഈ തീരുമാനത്തെ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അത് ഇംപ്ലിമെന്റ് ചെയ്യാത്ത? എന്തുകൊണ്ടാണ്? ഇത് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം പലപ്പോഴും ക്ഷേത്രങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേവസ്വത്തിന്റെ വകുപ്പ് മന്ത്രിക്ക് അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ലാത്ത ദേവസ്വം വകുപ്പ് മന്ത്രി. ദേവസ്വം അമ്പലത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ള തീർത്ഥം കിട്ടിയ സമയത്ത് അത് കൈ കഴുകാൻ വേണ്ടിയുള്ള സാധനമാണെന്ന് ചോദിച്ചിട്ട് കൈ പിരിച്ചാലുള്ള കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. ഇയാള് പാർലമെന്റ് മെമ്പറാ. ഈ തരത്തിൽ വിവരം കെട്ടവരാണ് കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രിമാര്. ഇപ്പോഴത്തെ ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നല്ലോ, അയാൾ അമ്പലത്തിൽ വന്നല്ലോ. എന്നിട്ട് ശബരിമലയിൽ വന്നിട്ട് എന്താ ചെയ്തേ? അയാൾ വന്നിട്ട് തെക്കോട്ട് മടക്കോട്ട് നോക്കിയെന്ന്. അയാൾ തെക്കോട്ട് മടക്കോട്ട് അയാൾ ആരെയാണ് നോക്കി വെക്കുന്നത്? അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചോ? അല്ലെങ്കിൽ ആരെങ്കിലും എഴുത്തിൽ വല്ല സ്വർണത്തിന്റെ മാലയുണ്ടോ? അതാണ് ഇയാൾ പരിശോധിച്ചത്. എനിക്കറിയില്ല എന്തിനാണ് ഇയാൾ അവിടെ വന്നിട്ട് ഈ മറ്റേ ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ട് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അയാളെ എഴുന്നള്ളിച്ച് അവിടെ കൊണ്ടുവന്നത്? ഈ തരം വരുന്ന ദേവസ്വം ബോർഡിന്റെ ആളുകൾക്കും അതേപോലെ തന്നെ മന്ത്രിമാരായിരിക്കുന്ന ആളുകൾക്കും ഇവർക്കൊന്നും ക്ഷേത്രവിശ്വാസമില്ല. ക്ഷേത്രത്തെ തകർക്കൽ തന്നെയാണ് അവരുടെ ഉദ്ദേശം. അതിൻ്റെ ഒരു ഒന്നാന്തരം തെളിവാണ് നമ്മൾ കൊല്ലത്ത് കണ്ടത്. കൊല്ലത്ത് നമ്മൾ കണ്ടതിൻ്റെ തെളിവാണ്. ഇത് സഖാക്കന്മാർക്ക് പാട്ടുപാടി ആസ്വദിക്കാനുള്ളതല്ല. അത് പഴയ കാലത്ത് സഹാക്കന്മാര് സമ്മേളനം വെച്ചിട്ട് ഈ സാംബശിവന്റെ കഥാപ്രസംഗം ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ആൾ കൂടിയിരുന്നത്. ഇന്ന് 4 പേര് തികച്ചു കാണണമെങ്കിൽ അവർക്ക് അമ്പലമുറ്റത്ത് വന്നം. അത് തന്നെയാണ് ഇവിടെ കാസർഗോഡ് സംഭവിച്ചത്. എങ്ങനെയാണ് ഈ കാസർഗോഡ് ഇസ്ലാമിക തീവ്രവാദികൾക്ക് അവിടെ വന്ന് നിസ്കാരത്തിന് അനുവാദം കൊടുക്കുന്നത് ക്ഷേത്രവിരുദ്ധമാണ്. ഒരു സംശയക്കരുതലില്ല. കാരണം മുസ്ലിം സമ്പ്രദായ പ്രകാരം ഒരു പ്രാവശ്യം നിസ്കരിച്ച ഭൂമി അവർക്ക് അവകാശപ്പെട്ടതാണ്. അവർക്ക് പിന്നെ അവിടെ അവകാശം ഉണ്ടാവും. ഇത് അയോധ്യയിൽ ഇത് പറഞ്ഞതിന്റെ പേരിലാണ് അവർക്കിത് അവർ അവകാശം സ്ഥാപിച്ചത്. അങ്ങനെയാണല്ലോ ബാബർ അങ്ങനെയാണല്ലോ അവകാശം ഉന്നയിച്ചത്. ഔറംഗസീബ് മധുരയിൽ അവകാശം ഉന്നയിച്ചത് അങ്ങനെയാണല്ലോ കാശിയിൽ അവർ അവകാശം ഉന്നയിച്ചത്. ഇത് തന്നെ കേരളത്തിലും എനിക്കൊരു 3-4 കൊല്ലത്തിന് മുമ്പായിട്ട് ഇവിടെ എറണാകുളത്ത് തൃക്കാക്കരപ്പന്റെ ക്ഷേത്രമുണ്ട്. തൃക്കാക്കരയിൽ വാമനമൂർത്തി ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ കളമശ്ശേരിയിലുള്ള മുസ്ലിം നാമധാരിയായിരിക്കുന്ന കോൺഗ്രസിന്റെ ഒരു മുനിസിപ്പൽ ചെയർമാൻ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് അവിടെ നോമ്പ് തുറക്കി തീരുമാനിച്ചു. അമ്പലത്തിന്റെ ഹാളിനകത്ത് അവിടുത്തെ ജനങ്ങൾ ശക്തമായിട്ട് എതിർത്ത് എന്തുട്ട് നോമ്പ് തുറ? അത് അമ്പലത്തിലേ ചെയ്യേണ്ടത്. അവൻ പോയിട്ട് അവന്റെ പള്ളി പടി ചെയ്യട്ടെ, അല്ലാണ്ട് അമ്പലത്തിൽ വന്നിട്ടാണ് നോമ്പ് തുറക്കുന്നത്.
ഇവൻ നോമ്പ് തുറക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇവൻ അവിടെ തലകുത്തി നിന്നിട്ട് നിസ്കരിക്കണം. ഈ തലകുത്തി നിന്നിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാലോ പിന്നെ ആ ഭൂമി അവൻ്റേതാണ്. പിന്നെ അവൻ അത് വഖഫിന് എഴുതി കൊടുത്തു കഴിഞ്ഞാലോ, അവൻ വഖഫിന് എഴുതി കൊടുത്തിട്ട് ഇവൻ പണം കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പണം കൊടുത്ത് വാങ്ങിക്കാതെ കണ്ട് ഇവൻ വാങ്ങിക്കുന്ന ഭൂമി വഖഫിൻ്റെ ഇതാവും. ആ വഖഫിൻ്റെതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം അമ്പലക്കാർ ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കണം. ദേവസ്വം ബോർഡുകാരൻ എന്താ പ്രശ്നം? അവൻ 2 കൊല്ലത്തേക്കാണ് ദേവസ്വം ബോർഡിൻ്റെ മെമ്പർ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2 കൊല്ലത്തേക്കാണ്. 2 കൊല്ലം കഴിഞ്ഞ് അവൻ പുറത്ത് പുറയിൽ പൊടിയും തട്ടിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. കിട്ടാവുന്ന ഭണ്ഡാരത്തിലെ കാശ് മുഴുവൻ അടിച്ചു മാറ്റി പോകുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഒന്നും ഈ പറയുന്ന ക്ഷേത്രഭൂമി തീവ്രവാദികളുടെ കയ്യിലാകുന്നതിന് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ അങ്ങനെയല്ല കേരളത്തിലെ ജനങ്ങൾ ഇതിനെതിരായിട്ട് ശക്തമായിട്ട് ചോദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാസർഗോഡിന്റെ ഭൂമി നാളെ വഖഫിന്റെ ആക്കാമെന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും കേരളത്തിലെ ഹൈന്ദവരെ സമ്മതിക്കില്ല. ശക്തമായ രീതിയിൽ നേരിടും. അവിടെ നേരിടുന്ന മാത്രമല്ല, മാറാട് ഇവർ ഓർത്താൽ മതി. മാറാട് അരയ സമുദായത്തിൽപ്പെട്ട ആളുകൾ 8 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊലപ്പെടുത്തിയ കുടുംബങ്ങളെ അവിടെ താമസിക്കാനായിട്ട് ജനങ്ങളെ അനുവദിച്ചില്ല. അങ്ങനെ അനുവദിക്കില്ല. അതേപോലെ തന്നെ ക്ഷേത്രഭൂമിയിട്ട് കയ്യേറിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പാർട്ടി സമ്മേളനം വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സഖാക്കന്മാർക്ക് പിന്നെ കൊല്ലത്ത് ഇറങ്ങി നടക്കാൻ പറ്റില്ല. കാരണം ഹിന്ദുക്കൾ പഴയ കൂട്ടല്ല, സർവശക്തരാണ് ഹിന്ദുക്കൾ. അവർക്ക് ചോദ്യം ചോദിക്കുന്നതിന് അവരുടെ കയ്യിൽ ഉത്തരമുണ്ട്. അവർക്ക് കരുത്തുണ്ട്, അവർക്ക് ശക്തിയുണ്ട്, അവരുടെ പിന്നിൽ കരുത്തുറ്റ പ്രസ്ഥാനത്തിൻ്റെ പിൻബലം അവർക്കുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നേരിടാനായിട്ട് കൊല്ലത്തെ ആയാലും കാസർഗോഡ് ആയാലും കേരളത്തിൽ എവിടെയാണെങ്കിലും കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്ക് അതിന് കരുത്തുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി.